മെന്റൽ ഫിൽറ്ററിങ്. മെന്റൽ ഫിൽറ്ററിംഗിൽ രണ്ട് രീതിയിൽ സംഭവിക്കാം. രണ്ടാണേലും നമ്മൾ നെഗറ്റീവ് ആസ്പെക്ട്സിലേക്കാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഷോള് നല്ല ഭംഗിയുണ്ട്, ഡ്രസ്സ് നല്ല മാച്ച് ഉണ്ടല്ലോ, മുമ്പ് കണ്ടതിനാട്ടിലൊക്കെ തടിയൊക്കെ നല്ലോണം കുറഞ്ഞല്ലോ, അപ്പൊ എന്ത് ചെയ്തത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്? എക്സസൈസ് ചെയ്തോ അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്തോ? എന്ത് ചെയ്തത്? നല്ല ഷെയറായിട്ടുണ്ടല്ലോ, മാഷാ അല്ലാ. പക്ഷെ മുഖത്ത് എന്താണ് ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ, കണ്ണിന് എന്ത് പറ്റി? ഉറക്കം ശരിയാവണില്ലേ? ഉറങ്ങാറില്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് തന്നതിന് ശേഷം ആ ഒരു ഡാർക്ക് സർക്കിളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവര് പോയി, ഞാൻ പോയി. പിന്നീട് അന്നത്തെ ദിവസം എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ വരിക? ഞാൻ തടിയൊക്കെ കുറഞ്ഞു, ഉഷാറ്, എന്റെ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ടല്ലോ, നല്ല മാച്ച് ഉണ്ടല്ലോ, ഇതാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക? അതല്ലെങ്കിൽ ആ ഡാർക്ക് സർക്കിളിനെ കുറിച്ചുള്ള ചിന്തയാണോ മനസ്സിലേക്ക് വരുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു അരിപ്പ പോലെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു അരിപ്പയിലേക്ക് ഇട്ട പോസിറ്റീവ്സ് എല്ലാം അതിലൂടെ താഴേക്ക് അങ്ങ് പോയി. ആ നെഗറ്റീവ് കമന്റ്സ് മാത്രം, അത് എന്തും ആവാം, ലൈഫിലുള്ള എക്സ്പീരിയൻസുകളാകാം, കമന്റ്സ് ആവാം, നമുക്കുള്ള കാര്യങ്ങളാവും, ഒക്കെ ആവാം. എന്നാലും ആ നെഗറ്റീവ്സ് മാത്രം അവിടെ കിടന്നിട്ട്, നമ്മൾ വലിയ നെറ്റുള്ള വല കൊണ്ട് മീൻ പിടിക്കുമ്പോഴേ ചെറിയ കുഞ്ഞു മീനുകളൊക്കെ അങ്ങ് പോകും. വലിയ മീനായിട്ട് കിടന്ന് ഇങ്ങനെ പിടക്കുന്നത് പോലെ ഈ നെഗറ്റീവ് കമന്റ് എന്ത് ചെയ്യും? അവിടെ കിടന്നിട്ട് പിടക്കും. അന്നത്തെ ദിവസം മുഴുവൻ, അല്ലെങ്കിൽ അന്ന് ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു വർഷം വരെ ചിലപ്പോൾ അത് അവിടെ ലൈവായിട്ട് കിടക്കും. ഈ നെഗറ്റീവ് കമന്റ്സ് നമ്മളെ കുറിച്ച് കിട്ടിയിട്ടില്ല. അത് ചിലപ്പോൾ ഹസ്ബൻഡിന്റെ അടുത്ത് നോക്കുകയാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് നോക്കുകയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, അതിന് ജീവൻ ഇത്തിരി കൂടുതലായിരിക്കും. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ എപ്പോഴും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ്, നമ്മുടെ മൈൻഡ് അതിലാണ് ഫോക്കസ് കൊടുക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതങ്ങ് പോകും. അതിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതങ്ങ് പോകും. ഇതാണ് നെഗറ്റീവ് മെന്റൽ ഫിൽറ്ററിങ്. ഇപ്പൊ നമ്മള് ഒരു ഗസ്റ്റ് വന്നു, നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി, എല്ലാവരും ഫുഡിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ്, പക്ഷെ പിന്നെ അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു, അതല്ലെങ്കിൽ ഉമ്മ, ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആ മീൻകറി ഉണ്ടല്ലോ അതിലൊന്ന് ഉപ്പ് കൂടി ആകെ കൊളായി എന്ന് പറഞ്ഞു. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എല്ലാം നല്ല രസമായിട്ടുണ്ടാവും, എല്ലാവരും നല്ലോണം കഴിച്ച് അടിപൊളിയായിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഈ ബാക്കി എല്ലാ പുഡിങ്ങോ ഫ്രൂട്ട് സലാഡോ പിന്നെ ബിരിയാണിയോ പത്തിരിയോ പൂരിയോ എന്തൊക്കെ ഉള്ളത്, അതൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക? അല്ലെങ്കിൽ അന്ന് കുറച്ച് ഉപ്പ് കൂടി പോയ ആ മീൻകറിയാണോ നമ്മുടെ മനസ്സിലേക്ക് വരിക? അപ്പൊ ഇതാണ് നെഗറ്റീവ് മെന്റൽ ഫിൽറ്ററിങ്. ഇതെങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുക? ഒരുപാട് സന്തോഷങ്ങളുണ്ട്, ആ സന്തോഷത്തെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ട് ഒന്നുള്ളത്, അത് നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നോക്കി, ഗസ്റ്റ് വന്ന് എല്ലാം കഴിച്ച് നല്ല സന്തോഷമായിട്ട് നല്ല സന്തോഷിച്ച് നിൽക്കേണ്ട ഒരു ദിവസം ഒരു മീൻകറിയിൽ ഉപ്പ് ഏറിയത് മാത്രം നമുക്ക് ഒരുപാട് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നേറലായിരിക്കും, പിന്നെ ഒരു ഹോ എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടമായിരിക്കും. അന്ന് അങ്ങനെ സങ്കടപ്പെടേണ്ട വല്ല കാര്യം നമുക്കുണ്ടോ? അപ്പൊ ഇതുപോലുള്ള എക്സ്പീരിയൻസുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് നെഗറ്റീവ് ഫിൽറ്ററിങ്? നമ്മൾ നെഗറ്റീവ്സിനെ ആ ഒരു നെറ്റിൽ അവിടെ വെച്ചിട്ട് പോസിറ്റീവ്സിനെല്ലാം ഫിൽറ്റർ ചെയ്തിട്ട് വിടുന്നു. ഇതിന്റെ മറ്റൊരു രീതിയാണ് ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ്സ്. ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഗുണങ്ങളും നന്മകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പൊ ഈ ഒരു ഗസ്റ്റിന്റെ എക്സാമ്പിൾ തന്നെ പറയാം, പിന്നെ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അന്നത്തെ ബിരിയാണിനെ ഭയങ്കര കമന്റ് ചെയ്യല്. നമ്മളുണ്ടാവും ഒരു ഭാവത്തിൽ, എന്തോ ശിക്കാരി ശമ്പു മോഡൽ അത് ഇന്ന് അങ്ങോട്ട് ശരിയായി പോയതാണ് എന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ അത് ഇന്നിപ്പാണ് ശരിയായി പോയത്. സാധാരണ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ശരിയാവലൊന്നുമില്ല, അത് നന്നാവലൊന്നുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഒരു ക്വിസിന് നമ്മൾ പങ്കെടുത്തു, നമുക്ക് നല്ല മാർക്ക് കിട്ടി, എല്ലാവരും നമ്മളിങ്ങനെ അപ്രീസിയേറ്റ് ചെയ്യണം. ഓ പിന്നെ അതൊന്നും ഇപ്പൊ അത്ര കാര്യമൊന്നുമില്ല, അതങ്ങനെ കിട്ടിപ്പോയത്, അല്ലെങ്കിൽ അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും കിട്ടേണ്ടല്ലേ, അത് എനിക്ക് ഫസ്റ്റ് കിട്ടി, സെക്കൻഡിന് ഇപ്പൊ എനിക്ക് 10 ആണ് മാർക്ക് ഉണ്ടെങ്കിൽ സെക്കൻഡിന് 9 മാർക്കില്ലേ, അത്ര കാര്യമൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഒട്ടും വാല്യൂ ചെയ്യൂല. എനിക്കുള്ള പോസിറ്റീവ്സിനെ ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഞാൻ അതിനെന്ത് ചെയ്യില്ല, വാല്യൂ ചെയ്യില്ല എന്ന് മാത്രമല്ല, ഞാൻ അതിനെ റിജക്ട് ചെയ്യും. വളരെ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളിലാണ് ഇങ്ങനെ കാണുന്നത്. എനിക്കൊരു വാല്യൂ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, പകരം എനിക്കൊരു വാല്യൂ ഇല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അതെങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് വന്നു പോവാണ്. പക്ഷെ ഇവര് സ്വാഭാവികമായിട്ടും എവിടേക്കായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക? അവർക്ക് ഇല്ലാത്ത കാര്യങ്ങളിലേക്കും അവർക്ക് ഇല്ലാത്ത കഴിവുകളിലേക്കും, അവർക്ക് എന്തൊക്കെയാണോ പിന്നെ പറ്റാത്തത്, എന്തൊക്കെ പിന്നെ മിസ്റ്റേക്കുകളാണ് അവർ വരുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരിലുള്ളത്, അതിലേക്കായിരിക്കും അവരുടെ മനസ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ അവർക്ക് ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ ഉണ്ടാവും, അതൊന്നും എന്ത് ചെയ്യില്ല, വാല്യൂ ചെയ്യില്ല. എനിക്ക് ഒന്നിനും കഴിയൂല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട്, ആ ഒരു സെൽഫ് ടോക്ക്, സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട്, സ്വയം ഒരു വാല്യൂ കൊടുക്കാതെ. പക്ഷെ അതിലവര് തൃപ്തരാണോ, സാറ്റിസ്ഫൈഡ് ആണോ? അതുമല്ല, അവർക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ ഒരു സ്ട്രെസ്സും ഒരു വിഷമവും ഒരു വേദനയൊക്കെ ഉണ്ടാവും.
അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ആരെങ്കിലും ഒരു പോസിറ്റീവ് കമന്റ്സ് ഒക്കെ തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്യുമ്പോൾ അതിനെ അക്നോളജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു നിരാശ, അതല്ലെങ്കിൽ വളരെ ഒരു ലോ സെൽഫ് എസ്റ്റീം, വളരെ ലോ വാല്യൂ നമുക്ക് കൊടുക്കുമ്പോൾ അത് നമ്മുടെ തന്നെ ബിഹേവിയറിലും അത് റിഫ്ലക്ട് ചെയ്യും. നമ്മൾ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ നമ്മൾ എപ്പോഴും വളരെ ഒരു ലോ പൊസിഷനിലൊക്കെ നമ്മൾ കാണും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ അത് ബാധിക്കും, നമ്മുടെ മെന്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കും. സോ ഇങ്ങനെ ഒന്നുകിൽ മെന്റൽ ഫിൽറ്ററിംഗിൽ നമ്മൾ നെഗറ്റീവ്സിനെ, പോസിറ്റീവിനെ എല്ലാം ഫിൽട്ടർ ചെയ്ത് വിട്ട് നെഗറ്റീവിനെ മാത്രം അവിടെ വെക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ നമ്മളിലുള്ള പോസിറ്റീവ്സിനെ നമ്മൾ വാല്യൂ ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക.